കോഴിക്കോട് വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാളുടെ വീട് കത്തി നശിച്ച നിലയിൽ. വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് ഇന്ന് രാവിലെയോടെ കത്തി നശിച്ചത്. നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇന്നലെ രാത്രി ഫൈജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫൈജാസ് സ്ഥിരം മദ്യപാനിയാണെന്നും നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നാട്ടുകാരായിട്ട് ഈ ഫൈജാസ് അംസത്തലി എന്നാണ് പേര്, അടിപിടി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് പോലീസ് വരികയും ആൾക്ക് ഇഞ്ചുറി ആയതിൻ്റെ പേരിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ ACPനെ വിളിച്ചപ്പം പറഞ്ഞിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഞായറാഴ്ച ഉണ്ടായ പ്രശ്നത്തോടനുബന്ധിച്ച് ഇന്നലെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിൽ അറിയിക്കുകയും പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 5:30 മണിക്ക് പോലീസ് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പോൾ ആള് കസ്റ്റഡിയിലായതുകൊണ്ട് ആളല്ല ഈ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ചെയ്തതാണോ സംഭവിച്ചതാണോ ഒന്നും അറിയില്ല. കത്തുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. കോഴിക്കോടാണ് വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാളുടെ വീട് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനൽക സെയ്ദാണ് ചേരുന്നത്. അനൽക, എന്താണ് സംഭവം? ഇതിൽ എന്താണ് കുടുംബം പറയുന്നത്? സ്വാതി, ഇന്ന് രാവിലെ 5:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് വെള്ളയിലുള്ള ഫൈജാസിന്റെ വീട് കത്തുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. അതായത് ഈ ഫൈജാസ് കഴിഞ്ഞ ഞായറാഴ്ച മദ്യപിച്ചെത്തി വെള്ളയിൽ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള നാട്ടുകാരുമായി സംഘർഷം ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വീട് കത്തുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. അതായത് ഇത് നാട്ടുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റാരെങ്കിലും കത്തിച്ചതാണ് അല്ലെങ്കിൽ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 5:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ. ശരി അനൽക, കോഴിക്കോട് വെള്ളയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ വീട് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്.